അല്ല, പ്രതിപക്ഷ നേതാവ് നിരുപാധിക പിന്തുണ അംഗീകരിക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം അവരൊരു മുന്നണി തന്നെയല്ലേ. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഭാഗമായിട്ടും അതുപോലെ എല്ലാ തീവ്രവാദ ശക്തികളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് UDF നിലകൊള്ളുന്നത്. അതുകൊണ്ടാണ് ഞാനതിനെ മഴവിൽ സഖ്യമെന്ന് ഞങ്ങൾ പൊതുവേ പറയുന്നത്. എല്ലാ മേഖലയിലുള്ള വർഗീയവാദികളെയും കൂട്ടിച്ചേർത്തിട്ടാണ്. ദൂരവ്യാപകമായ ഫലമുളവാക്കുന്ന ഒന്നായിരിക്കും ആ കൂട്ടുകെട്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിലമ്പൂർ ഉൾപ്പെടെ എല്ലാ വർഗീയ ശക്തികളെയും ചേർത്തുകൊണ്ടുള്ള ഒരു മുന്നണിയായിട്ടാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ UDF പ്രവർത്തിക്കുന്നത്. അതിൽ യാതൊരു മനപ്രയാസവും ഇല്ലാതെ ഞങ്ങളതെല്ലാം ചേർന്നാണ് പ്രവർത്തിക്കുന്നത് എന്ന് പരസ്യമായിട്ട് പറയുകയും ചെയ്യണം. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിൽ അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കാലമായിട്ട് സ്ഥിരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം ഈ വർഗീയ ശക്തികളെ ചേർത്ത് ഒരു മുന്നണി ഉണ്ടാക്കി മുന്നോട്ടേക്ക് പോവുകയാണ്. അതൊരു വർഗീയ മുന്നണിയായിട്ട് മാറിയിരിക്കുകയാണ് UDF. ഇതാണ് സ്ഥിതി. ഞങ്ങൾ ഒരു തരത്തിലും CPIഎമ്മിനെ ഒരു തരത്തിലും സഹായിച്ചിട്ടില്ല. സഹായിക്കുന്ന ഒരു നിലപാടും ഞങ്ങൾ സ്വീകരിക്കുന്നുമില്ല. ഞാനത് ഉറപ്പിച്ച് പറഞ്ഞത്, CPIഎമ്മുമായിട്ട് ഒരു ബന്ധമില്ല, ഞങ്ങളെ സഹായിക്കുന്ന പ്രശ്നമില്ല. ഒരു കാലത്തുമില്ല. ഒരു കാലം ഉന്നയിക്കുന്നതിന് എന്താ വേറെ പ്രയാസമുള്ളത്? എന്ത് തോന്നിയാസം പറയുന്നതിനാൽ നമ്മൾ ഉത്തരം പറയേണ്ട പല കാര്യങ്ങളും. ഞാനും ഉറപ്പിച്ച് പറഞ്ഞത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായിട്ട് CPIഎമ്മുമായിട്ട് ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള വിഭാഗത്തിന് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. ഈ നിലമ്പൂർ ബൈ ഇലക്ഷൻ ഈ വിഷയമാണോ പ്രധാനമായിട്ടും? ഈ വിഷയം മാത്രമൊന്നുമല്ല, എത്ര വിഷയം. അവർക്കൊരു വിഷയമില്ല. അവരല്ലേ വിഷയം ഉന്നയിക്കണം. ഞങ്ങളല്ലേ ഇവിടെ ഭരിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള രീതിയിലുള്ളത്. UDFന് വല്ല വിഷയമുണ്ടോ? ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെതിരായിട്ട് കുമുറ ചീത്ത പറയുന്നതിൻ്റെ അപ്പുറത്ത് വേറെ എന്തെങ്കിലും ഒരു വിഷയം അവർക്ക് പറയാനുണ്ടോ? ഒരു വിഷയവും അവർക്ക് പറയാനില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കറക്റ്റായിട്ട് പറയുകയാണ്, വർഗീയമായ ഒരു മുന്നണിയാണ് ഇപ്പോഴും യഥാർത്ഥത്തിൽ UDFൻ്റെ ഈ മുന്നണി. സാധാരണ UDF എന്നാണ് പറയുക, ഇപ്പോൾ UDF അല്ല, വർഗീയ മുന്നണിയാണ്. PDP എന്ന് പറയുന്നതും ജമാഅത്ത് ഇസ്ലാമിയും ഒരുപോലെയാണ്. ഞാൻ നേരത്തെയും പറഞ്ഞതാണ്, വീണ്ടും മുഴുവൻ ആവത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാരണം എന്നാ, PDP എന്ന് പറയുന്നത് ഇതുപോലെ സാർവദേശീയ തരത്തിലുള്ള വർഗീയ രാഷ്ട്രം ഉണ്ടാക്കണമെന്ന് പറയുന്നവരാണോ? അല്ലെങ്കിൽ വർഗീയ ലോകം ഉണ്ടാക്കണമെന്ന് പറയുന്നവരാണോ? ഞാൻ ചോദിച്ചത് പറ, ഞാൻ ചോദിച്ചതിന് മറുപടി പറ. ഒരു വർഗീയ രാഷ്ട്രം ഉണ്ടാക്കണം എന്ന് പറയുന്ന നിലപാട് സ്വീകരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയും പീഡിപ്പിക്കപ്പെട്ടൊരു വിഭാഗം എന്ന രീതിയിൽ എല്ലാവർക്കും അറിയുന്നതാണ് PDPയിൽ ഇന്നത്തെ അവസ്ഥ. പണ്ടത്തെ ഏതെങ്കിലും അവസ്ഥയിലാണ് പറയുന്നത്. ഇന്നത്തെ അവസ്ഥ വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു വിഭാഗം എന്ന രീതിയിൽ അവരെടുക്കുന്ന നിലപാടിനെ സംബന്ധിച്ചിടത്തോളമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അത് ഞങ്ങളും തമ്മിലുള്ള ഒരു മുന്നണിയുടെ ഭാഗമായിട്ടൊന്നുമല്ല. അല്ല, PDPൻ്റെ പിന്തുണ പ്രഖ്യാപിച്ചതിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ കുറ്റവും ജമാഅത്തെ ഇസ്ലാമിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഐക്യപ്രസ്ഥാനത്തിന് യാതൊരു പ്രശ്നമില്ലാത്ത രീതിയിൽ നിങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങളെ ശ്രമമതല്ലേ? എന്നാൽ അങ്ങനെ പറഞ്ഞാൽ VD സതീശന് ഇതിനും അപ്പുറവും പറയും. VD സതീശന് വേറെ ഒന്നും പറയാനില്ല. അതുകൊണ്ട് ഇതെല്ലാം പറഞ്ഞ് നടക്കുകയാണ്. അത് അവരോട് ചോദിക്കണം, എന്താ സജീവല്ലാതെ. ഇതെല്ലാം ഞാൻ മഴവിൽ സഖ്യയില്ലേ, അത് പറഞ്ഞ അവസ്ഥയില്ലേ? അതെല്ലാം പല സൈസും എങ്ങനെയൊക്കെയാണെന്നൊന്നും ഇപ്പോൾ പറയാൻ സാധിക്കില്ല. അത് കഴിയട്ടെ, അന്നേരം നമുക്ക് മനസ്സിലാക്കാം എങ്ങനെയൊക്കെയാണെന്ന്. സാഹചര്യം എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുൻകൈകളിയാണ് ഈ മണ്ഡലത്തിൻ്റെ അവസ്ഥ. ഏകദേശം എത്ര ഭൂരിപക്ഷം കുറച്ച് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. ഭൂരിപക്ഷം സംബന്ധിച്ചാൽ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഏതായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ മണ്ഡലത്തിൽ ജയിക്കും. ഇതിനല്ലേ പ്രധാനമായിട്ടും പരിശോധിച്ചത്? തിരഞ്ഞെടുപ്പ് തന്നെയാണ് പ്രധാനമായിട്ടും. CMൻ്റെ ചേഞ്ചില്ല. പിന്നെ എന്തോ ആരോ പറഞ്ഞിട്ട് ഒരു ഹിന്ദു മുന്നണിയായിട്ട് ഇവിടെ പോയിട്ടുണ്ട്. അതെന്താ നിങ്ങൾ ചോദിക്കായിരുന്നേ? അത് ആരാന്ന് പറഞ്ഞാൽ മതി. ആരാന്ന് എനിക്കറിയില്ല. അല്ല, അവരോട് ചോദിക്കും ആരാന്ന്. എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇല്ല, എന്നെ കാണാൻ വന്നില്ല, ഞാൻ കണ്ടിട്ടില്ല. എനിക്കറിയില്ല. ഏത് സ്വാമി അറിയില്ല. ഞാൻ പിന്തുണ വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ആരാന്ന് അറിയാണ്ട് പിന്നെ പിന്തുണ വേണ്ട പറഞ്ഞാൽ എന്താ? ചോദ്യം തന്നെ ഇമാതിരി ചോദ്യം ചോദിക്കുക. അങ്ങനെ ആരാന്ന് വിചാരിച്ചിട്ടാ? അല്ല, അതാ ഞാൻ ചോദിച്ചത്. ആരാന്ന് വിചാരിച്ചിട്ട് അതാ ചോദിക്കുക. ആരാന്ന് പറ. ഏതാ ഹിന്ദു മഹാസഭ? ഏതാ പണ്ടത്തെയാ? സവാർക്കറിയാ? സവാർക്കറുടെ മുന്നണിയാ? ആരാധില്ല. ആരാധന ഏത് സ്വാമി? എനിക്കറിയില്ല. അത് ഒരു സ്വാമിനെയും പറ്റി എനിക്ക് വിവരമില്ല. എൻ്റെ അടുക്ക ഒരു സ്വാമി വന്നിട്ടുമില്ല. ഞങ്ങൾ ആരോടും ഞങ്ങളെ പിന്തുണക്കുമെന്ന് പറഞ്ഞിട്ടുമില്ല ഒരു സ്വാമിയോടും.
ഇമാതിരി ശുദ്ധ അസംബന്ധങ്ങൾ എഴുന്നള്ളിച്ചിട്ട് രാജ്യത്ത് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് വേറെ ഒന്നും പറയാനില്ല. യു.ഡി.എഫിന് അതാ ഞാൻ പറഞ്ഞത്. എന്നോട് പറഞ്ഞാൽ മതി ആരാന്ന്. അത് പറഞ്ഞാലേ എനിക്ക് മനസ്സിലാവുള്ളൂ. ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു 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 ഭാഗമായിട്ട് ഒരു ബന്ധവുമില്ല, ഒരു മുന്നണിയുമില്ല, ഒരു ഐക്യവുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരാന്ന് അറിയുകയും ചെയ്യില്ല. ഇവിടെ ജമായത്ത് ഇസ്ലാമീൻ്റെ പേര് യു.ഡി.എഫിൻ്റെ ഭാഗമായിട്ട് പൂർണ്ണമായി മുന്നണിയുടെ ഭാഗമായിട്ട് വന്നപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എന്തോ ഒരു സന്യാസി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾക്കെതിരായിട്ട് പ്രചരിപ്പിക്കുകയാണ്. ഏതാ സന്യാസി എന്നും ആരാന്നും പറഞ്ഞു തന്നാൽ നമുക്ക് മനസ്സിലാക്കാം. ഒരു സൃഷ്ടിക്കപ്പെട്ട കാര്യമാണെന്നാണ് മാഷ പറയുന്നത്. പിന്നെന്താ വരെന്താ സൃഷ്ടിക്കപ്പെട്ടതെല്ലാം ഇനി ഉടനെ ഗൂഢാലോചന. ഇനി ആ ഗൂഢാലോചനയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ചർച്ച നിങ്ങൾക്കെല്ലാം വേറെ. എനിക്കൊരു ക്ഷീണം ഉണ്ടായില്ല. ഗൂഢാലോചന ഉൾപ്പെടെയുള്ള ഉണ്ടെങ്കിൽ അന്വേഷിച്ചോ ഞാൻ പറഞ്ഞു. ഇതും അന്വേഷിക്കട്ടെ എന്നാലും കേട്ടോ. ഇമാതിരി എന്ത് തോന്നിയാസവും പറയാൻ തയ്യാറായി യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഞാൻ അന്ന് പറഞ്ഞാണ് ആയുധമില്ല യു.ഡി.എഫിന്. അതുകൊണ്ട് നിരായുധമായ രീതിയിലൊരു രാഷ്ട്രീയ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇമാതിരിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുക. ആ മുന്നണിയുടെ ഗതികേട് എന്നല്ലാണ് ഇത് പറയുകയാണ്. ഈ വർഗീയ കൂട്ടുകെട്ട് വരുമ്പോൾ ഇങ്ങനെ വരും. ഇതുപോലെ നിലമ്പൂർ പോലുള്ളൊരു മണ്ഡലത്തിൽ അവർക്ക് ഒരു കാര്യവും പറയാൻ പറ്റില്ല. കാരണം ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. എന്നിട്ട് ഇടതുപക്ഷ ജനാധിപത്യം തിളക്കമാർന്ന രീതിയിൽ മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടി മുന്നോട്ടേക്ക് പോകുന്ന പാർട്ടിയും പ്രസ്ഥാനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. മതനിരപേക്ഷ ഉള്ളടക്കത്തോടെ പറയട്ടെ. എന്നാൽ ഇനി യു.ഡി.എഫ് ഞങ്ങൾ മതനിരപേക്ഷ ഉള്ളടക്കത്തോടെ പ്രവർത്തിക്കുന്നതെന്ന് അറിയോ? അന്നേരമാണ് ജമായത്ത് ഇസ്ലാമിൻ്റെ പ്രശ്നം വരിക. ജമായത്ത് ഇസ്ലാമിൻ്റെ പ്രശ്നം വന്നാൽ RS പോലെ തന്നെയാണ്. RSൻ്റെ കൗണ്ടർ പാർട്ടാണ് അത്. അതുകൊണ്ട് വളരെ വ്യക്തതയോടുകൂടി ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ഇടക്കിടക്ക് ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാതെ ചോദിക്കണ്ട. അറിയില്ല, എനിക്ക് ആരെയും അറിയുന്നില്ല. എന്നാലും ലഭിച്ചിട്ടുണ്ടെന്ന് പറയണമെങ്കിൽ ഇങ്ങനൊരു സാധനത്തെ പറ്റി അറിയണ്ടേ? ജമാഅത്തെ ഇസ്ലാമിയുടെ സഹായം ലഭിച്ചിട്ടുണ്ട് മുൻകാലങ്ങളിൽ എപ്പോഴും. ആയിരിക്കും ഞങ്ങൾക്കോ? ഞങ്ങൾ ഒരു തരത്തിലും അംഗീകരിച്ചില്ല. പ്രതിപക്ഷ നേതാവിന് പറയുന്നു പറയാനില്ല, അതുകൊണ്ട് പറയുന്നു മാത്രമേ ഉള്ളൂ. ജമാഅത്ത് ഇസ്ലാമി അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം രണ്ടും കൂട്ടുകെട്ടല്ലേ, അവരൊരു ഐക്യമല്ലേ, അവർ ഐക്യ പ്രസ്ഥാനമല്ലേ. അപ്പോൾ അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പറയുന്നുണ്ടോ? അത്രയേ ഉള്ളൂ. ഞങ്ങൾ ഒരു തരത്തിലുള്ള ബന്ധവുമില്ല, ഇനി ഇവിടെ ഉണ്ടാവുകയും ചെയ്യാം. ഇനി അതുപോലെ ഇനി ഗ്യാരണ്ടി അതാണ്. ഒരു തരത്തിലുള്ള ഐക്യവും നമ്മൾ ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. 24 അവർക്ക് മതരാഷ്ട്രവാദം ഇല്ലാന്ന് മതരാഷ്ട്രവാദം ഇപ്പോൾ ഇല്ലാന്ന് ആരും ജമാഅത്ത് ഇസ്ലാമിന് അല്ലേ? അതാണ് കറക്റ്റ്, അതാ ഉത്തരം. അപ്പോൾ വർഗീയവാദ നിലപാടിനെ വെള്ളപൂശാൻ കൂടി ശ്രമിക്കുകയാണ്. വർഗീയവാദി ഇയാൾ കൂട്ടിച്ചേരുന്നു എന്ന് മാത്രമല്ല, അവരെ വെള്ളപൂശാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സതീശൻ. ഏതറ്റം വരെയും പോകും കേട്ടോ. ഏതറ്റം വരെയും പോകാൻ ഒരു മടിയില്ലാതെ ഒരുതരം വർഗീയ കൂട്ടുകെട്ടായിട്ട് മാറിയിരിക്കുകയാണ് യു.ഡി.എഫ്. അത് യു.ഡി.എഫ് അല്ല ഇനി പറയേണ്ടത്, അതിന് വേറെ പേര് കൊടുക്കുന്നുണ്ട്. ഞാൻ പേരൊന്നും പറയുന്നില്ല, കണ്ടുപിടിച്ചോ. ഈ ലീഗിന്റെ സ്വാധീനമാണോ ജമാഅത്തെ ഇസ്ലാമിനെ ഇങ്ങനെ സഹകരിപ്പിക്കാനുള്ള? ലീഗിൻ്റെ അകത്ത് അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിലെ ഏറ്റവും ചെറിയ ന്യൂനപക്ഷമാണ് ജമാഅത്തെ ഇസ്ലാമി. പക്ഷേ ആശയപരമായിട്ട് ലീഗിൻ്റെയൊക്കെ ഒരു മാസ്റ്റർ ഹെഡായിട്ടാണ് ഇപ്പോൾ അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണിപ്പോൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. അതൊന്നും പറയാൻ പറ്റില്ല. അതല്ല അവരോട് ചോദിച്ചാൽ മതി. നിങ്ങളെ വിളിക്കാൻ നോക്കുന്നുണ്ടോ എന്നുള്ള കാര്യം അവരോട് ചോദിച്ചാൽ മതി.